It's never too late. Your career is just a decision away. അപ്പോൾ ഒരുപാട് ഫെയിലിയേഴ്സ് നേരിട്ടിട്ടാണ് അവസാനം ഇവിടെ എത്തിയത്. ഈ PSC പരിശ്രമിച്ചാൽ ഏതൊരു വ്യക്തിക്കും നിസ്സാരം ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മുടെ മുന്നിലിരിക്കുന്നത് വെറും ഒരു റാങ്ക് ജേതാവ് മാത്രമല്ല, മറിച്ച് തന്റെ സ്വപ്നങ്ങൾക്ക് ചിറകി നൽകിയ ഒരു വ്യക്തി കൂടിയാണ്. PSC എന്ന ഒരു കടൽ നീന്തിക്കയറി LDC എന്ന പരീക്ഷയിൽ 11ാം റാങ്ക് എന്ന സുവർണ നേട്ടം കൈവരിച്ച ഷിറീൻ ഷഹാന. പലരും പഠിച്ചു മടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഇനി കുറച്ചുകൂടി എന്ന് പറഞ്ഞ് മുന്നേറിയ ആ ഒരു നിശ്ചയദാർഢ്യത്തിലാണ് ഇന്ന് ഇവിടം വരെ എത്തി നിൽക്കുന്നത്. ആ ഒരു വിജയത്തിന്റെ രഹസ്യം നമുക്ക് ആളിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം. ഫസ്റ്റ് ഓഫ് ഓൾ, കൺഗ്രാറ്റുലേഷൻസ് ഫോർ യുവർ സക്സസ്. താങ്ക് യു. സോ ഫസ്റ്റ്ലി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഓക്കെ, എൻ്റെ പേര് ഷിറീൻ ഷഹാന. ഞാൻ കരുവാരക്കുണ്ടിൽ നിന്നാണ് വരുന്നത്. ഈ കഴിഞ്ഞ LDC എക്സാമിൽ 11ാം റാങ്കായിരുന്നു മലപ്പുറം ഡിസ്ട്രിക്റ്റ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ മലപ്പുറം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ LD ആയിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു ഗവൺമെൻറ് സർവീസിൽ കയറിയെന്ന്. ആ ഒരു ലൈഫ് എങ്ങനെ പോകുന്നു? അതായത് മുമ്പത്തെ ലൈഫിനേക്കാൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടായത്? എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ്? ഇപ്പോൾ സന്തോഷമുണ്ട് കയറിയപ്പോൾ. പിന്നെ എനിക്ക് തോന്നി എൻ്റെ കോൺഫിഡൻസ് ലെവല് കുറച്ചും കൂടി കൂടി. അതായത് ഈ PSC എന്ന് പറയുന്നത് പരിശ്രമിച്ചാൽ കിട്ടാത്ത ഒരു കനിയല്ല. പരിശ്രമിക്കുന്ന ഏതൊരു വ്യക്തിക്കും നിസ്സാരം ക്രാക്ക് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലായി. അപ്പോൾ ഇത് എൻ്റെ മുന്നോട്ടുള്ള പ്രിപ്പറേഷനും ഒക്കെ ഒരു കോൺഫിഡൻസ് ലെവൽ കൂട്ടി എന്നെ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തിച്ചത്, ഈ സർവീസിലെത്തിച്ചത്. എത്ര വർഷമായി ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട്? അതുപോലെ തന്നെ എവിടെ നിന്നാണ് ഇതിൻ്റെ ഒരു ആരംഭം? ഏകദേശം ഒരു 2.5 വർഷത്തോളമായി PSC പ്രിപ്പയർ ചെയ്തിട്ട് തുടങ്ങിയിട്ട്. പിന്നെ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്ത് ഞാൻ പ്രൈവറ്റായിട്ട് ജോലിക്ക് കയറിയിരുന്നു. പിന്നെ ഹസ്ബൻഡാണ് സജസ്റ്റ് ചെയ്തത് PSC ഒന്ന് ട്രൈ ചെയ്തൂടെ, 2 വർഷം ഡെഡിക്കേറ്റ് ആയിട്ടൊന്ന് പഠിച്ചു നോക്ക്, ട്രൈ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞ്. അങ്ങനെയാണ് PSCനെ പറ്റി ചിന്തിക്കാൻ തുടങ്ങിയത്. പിന്നെ ഞാൻ ഓൺലൈനായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു, വീട്ടിലിരുന്നിട്ട് തന്നെ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്നെ കൊണ്ട് പ്രോപ്പറായിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാനും റെഗുലറായിട്ട് അത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വീടാകുമ്പോൾ കുറേ റെസ്പോൺസിബിലിറ്റീസ് അങ്ങനെ കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഓഫ്ലൈനായിട്ട് ഒരു ബാച്ച് എടുത്ത് കുറച്ച് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഒന്ന് എങ്ങനെ ഉണ്ട് എന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അങ്ങനെയാണ് പിന്നെ ഓഫ്ലൈൻ എന്ന് പറഞ്ഞപ്പോൾ അധികം സെർച്ച് ചെയ്യാനൊന്നും വേണ്ടി വന്നില്ല. ഓഫ്ലൈൻ ബാച്ച് ഒന്ന് സെർച്ച് ചെയ്യാതെ തന്നെ പെട്ടെന്ന് മനസ്സിൽ വന്ന ഒരു ഓപ്ഷൻ ACE ആണ്. അങ്ങനെയാണ് ഞാൻ 2023 ACEൽ വന്ന് ജോയിൻ ചെയ്യണത്. അങ്ങനെ ഒരു 6 മാസത്തെ ബാച്ചായിരുന്നു, ഡ്യൂറേഷൻ ആയിരുന്നു ക്ലാസ്സിനുണ്ടായിരുന്നത്. അങ്ങനെ അപ്പോൾ തന്നെ ക്ലാസ് കഴിഞ്ഞ് ഒരു 6 മാസം ആയപ്പോൾ തന്നെ ഓവറോൾ ഐഡിയ കിട്ടി, എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, ഏതൊക്കെ ബുക്സ് ഫോളോ ചെയ്യണം, പിന്നെ എങ്ങനെയാണ് OMR എഴുതി ശീലിക്കേണ്ടത്. അങ്ങനെ ഓവറോൾ ഐഡിയ എനിക്ക് ഇവിടുത്തെ ഒരു ക്ലാസ്, ഞാൻ ജനറൽ ബാച്ചിലാണ് ജോയിൻ ചെയ്തത്, അത് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടി. പിന്നീട് ഞാൻ അത് കഴിഞ്ഞപ്പോൾ റീഡിങ്ങിലോട്ട് മാറി. അതും ഇവിടെ തന്നെ ACEൽ ഡെയിലി വന്നിട്ട് ഒരു 10 മണിയാകുമ്പോൾ എത്തും, 4:30 വരെ കംപ്ലീറ്റ്ലി റീഡിങ്. അങ്ങനെയാണ് ഞാൻ എൻ്റേതായ ഒരു സ്റ്റഡിയിലോട്ട് മാറിയത്, എൻ്റേതായ ഒരു സ്റ്റഡി പ്ലാൻ അങ്ങനെയാണ് ഉണ്ടായത്. പിന്നെ ഞാൻ എൻ്റേതായ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത്, അതായത് ഇവിടുന്ന് നല്ല ബേസ് കിട്ടിയല്ലോ, അത് വെച്ച് ഞാൻ എൻ്റേതായ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടാണ് എൻ്റെ വീക്ക് പോയിൻറ്റ്സ് മനസ്സിലാക്കി. അങ്ങനെയാണ് മെല്ലെ ഞാൻ ഒരു 2 വർഷത്തോളം ഇങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ലാസ്റ്റ് LDC എന്ന എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ നേരത്തെ മെൻഷൻ ചെയ്തു ലേണിംഗ് സ്ട്രാറ്റജീസിനെ കുറിച്ച്, അതൊന്ന് എലാബറേറ്റ് ചെയ്ത് പറയാമോ? ഇനി എക്സാം എഴുതുന്ന LDC ആസ്പിറൻസിന് മേ ബി ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ആദ്യം ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ മനസ്സിലായി എൻ്റെ വീക്ക് പോയിൻറ്റ്സ് ഏതാണ്, എൻ്റെ വീക്ക് സബ്ജക്ട്സ് ഏതാണെന്നൊക്കെ മനസ്സിലായി. ഇപ്പോൾ അത് പലവർക്കും പല പോലെയാവും. അത് വെച്ചിട്ടാണ് നമ്മളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യേണ്ടത്. നമുക്ക് കംഫർട്ടായ നമ്മുടെ ടൈം, നമുക്ക് കൺവീനിയൻ്റ് ആയ ഒരു ടൈം. ഇപ്പോൾ എനിക്ക് എന്ന് പറഞ്ഞാൽ ഒരു 10 മണിക്ക് ഇവിടെ എത്തിയ ഒരു 4:30 വരെയുള്ള ടൈം, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അതിന് സെറ്റായിട്ടുള്ള ഒരു ടൈം ടേബിളും എൻ്റെ വീക്ക് ആയിട്ടുള്ള സബ്ജക്ട്സുമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ടൈം ടേബിളാണ് ഞാൻ സെറ്റ് ചെയ്തത്. അത് പലർക്കും പല പോലെയാവും.
പിന്നെ എക്സാം അടുപ്പിച്ച് ഇവിടെ എക്സാം എൽ ഡി സി എക്സാം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു 20 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞങ്ങൾക്ക് ചെയ്യാൻ ഉണ്ടായിരുന്നു. അതായത് OMR ആയിട്ട് തന്നെ നമ്മൾ എക്സാം നമ്മളെങ്ങനെയാണോ PSC തരുന്ന അതുപോലെ തന്നെ അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു നെഗറ്റീവ് മാർക്സ് കുറക്കാം. ഒരു 20 എക്സാം നമ്മൾ എക്സാമിൻ്റെ മുന്നേ എഴുതുക എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം നമുക്ക് ഒരു പ്രാക്ടീസാണ് എന്ന് അറിയാലോ. അപ്പോൾ അത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നെഗറ്റീവ് മാർക്സ് കുറക്കാൻ വേണ്ടിയിട്ടൊക്കെ. നമ്മൾ ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഭയങ്കര പാടാണ് PSC ഒന്ന് ക്രാക്ക് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഷിറിൻ്റെ ലൈഫിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നേരിട്ടുള്ളത്? അതേപോലെ തന്നെ ആരായിരുന്നു ആ ഒരു സപ്പോർട്ട് സിസ്റ്റം? എൻ്റെ ഫസ്റ്റ് എക്സാം അല്ല LDC. ഞാൻ ഒരുപാട് എക്സാം എഴുതി ഫെയിലായിട്ട് തന്നെയാണ് LDCയിലെത്തിയത്. പിന്നെ അതിൻ്റെ ഒരുപാട് അതിന് മുന്നേ ലിസ്റ്റിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഫോഴ്സൊക്കെ ആകുമ്പോൾ എനിക്ക് ഫിസിക്കലി പോകാൻ പറ്റാത്ത ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഫെയിലിയേഴ്സ് നേരിട്ടിട്ടാണ് അവസാനം ഇവിടെ എത്തിയത്. പിന്നെ ആ സമയത്തൊക്കെ ഒന്ന് ക്വിറ്റ് ചെയ്ത് പോവാൻ തോന്നിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ മെൻ്റലി സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഫാമിലി കൂടെ ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ പിടിച്ചു നിന്നത്. പ്രത്യേകിച്ച് എൻ്റെ പാർട്ട്ണർ, എൻ്റെ ഹസ്ബൻഡിനെ, എൻ്റെ മോനുമാണ് അധികം അറിയാം എൻ്റെ സ്ട്രഗിൾസും. ഫാമിലി എന്ന് സപ്പോർട്ട് പറയണത് ഭയങ്കരമാണ്. അത് എനിക്ക് 2 സൈഡൊന്നും കിട്ടിയിട്ടുണ്ട്. ബോത്ത് ഫാമിലീസ്, ഹസ്ബൻഡിൻ്റെ ഫാമിലി ആയാലും എൻ്റെ ഫാമിലി ആയാലും എന്നെ പഠിക്കുക എന്നുള്ള അതിന് സപ്പോർട്ടായതുകൊണ്ടാണ് എനിക്ക് അവിടെ നിന്നും ക്വിറ്റ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റിയത്. ഇന്ന് ഇവിടെ നിൽക്കാൻ കാരണം വലിയൊരു ആ സപ്പോർട്ട് കൊണ്ടാണ്. പിന്നെ പഠിച്ചോണ്ട് വലിയൊരു അനുഗ്രഹം കൊണ്ടാണ്. ഇപ്പോൾ എയ്സിൽ നിന്ന് പഠിച്ചിറങ്ങി ഗവൺമെൻറ് സ്ട്രീമിൽ കയറിയ ഓരോ ആൾക്കാർക്കും ഓരോ റീസൺസ് ആയിരിക്കും എയ്സിനെ പറ്റി ഓർക്കുമ്പോൾ. മേ ബി ഇവിടുത്തെ മെറ്റീരിയൽസ് ആവാം, മോക്ക് ടെസ്റ്റ് ആവാം. അപ്പോൾ ഇതിൽ നിന്നും ഷിറിനെ സ്വാധീനിച്ച ആ ഒരു ഘടകം എന്തായിരുന്നു? എനിക്ക് എയ്സിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ട് നല്ല ഒരു പഠിക്കാനുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി തന്നത് എയ്സാണ്, എയ്സിൻ്റെ ടീമാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഇവിടുത്തെ സ്റ്റാഫാണ്. സുമ മാം, സുനിത മാം, സൗമ്യ മാം, ഉഷ മാം, അവരൊക്കെ എത്ര നല്ല സപ്പോർട്ടാണ്. നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ നമുക്ക് എന്ത് വേണമെങ്കിലും ഇപ്പോൾ എക്സാം അടുപ്പിച്ചൊക്കെ ഞങ്ങൾക്ക് എക്സ്ട്രാ ടൈം വരണ്ടായിരുന്നു, കുറച്ച് ഒന്നുകൂടി പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അവർ ഹോളിഡേ ആയിട്ട് പോലും അവർ നമുക്ക് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് കരുതി നമുക്ക് വേണ്ടിയിട്ടൊരു എയ്സ് തുറന്നു തരാനും നമുക്ക് ഈ ഫെസിലിറ്റീസ് ഒരുക്കി തരാനൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളാണ് അവർ. പിന്നെ ഞാൻ പെരിന്തൽമണ്ണ എയ്സിലാണ് പഠിച്ചത്. എനിക്ക് ഇവിടുത്തെ റീഡിങ് റൂമിനോടും എയ്സിനോടും ഭയങ്കര കടപ്പാടുണ്ട് എന്നെ ഈ നിലയിലെത്തിച്ചതിന്. പിന്നെ പ്രത്യേകിച്ച് എൻ്റെ കൂടെ അവിടെ പ്രിപ്പയർ ചെയ്ത് ഞങ്ങൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അവരെല്ലാവരും ഇന്ന് ലിസ്റ്റിലുണ്ട്. ഇൻഷാ അല്ലാഹ് അവരെല്ലാവരും കയറും, എല്ലാവരും സർവീസിലെത്തും. അപ്പോൾ ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. എന്നെപ്പോലെയുള്ള ഒരുപാട് ആൾക്കാരുടെ ഡൗട്ടാണ്, നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണോ LDC? പലർക്കും ഭയങ്കര ഡൗട്ടാണ്, എനിക്കിത് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഇത് സാധിക്കുമോ, അങ്ങനെ ഒരുപാട് ഡൗട്ട് ഓരോരുത്തർക്കും ഉണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് എന്താണ്? ഫ്രം യുവർ എക്സ്പീരിയൻസ് എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്യാനൊരു മനസ്സുണ്ടാവുക. പിന്നെ സ്വന്തമായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ മെയിൻറ്റെയിൻ ചെയ്യുക. അത് ഉണ്ടാക്കാൻ എല്ലാവർക്കും കഴിയും. അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അവിടെയാണ് എല്ലാവരും തോറ്റു പോകുന്നതെന്ന് തോന്നുന്നു. വൺസ് എ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് മുന്നോട്ട് കൊണ്ടുപോവുക. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് വലിയൊരു ചാലഞ്ചാണ്. നമ്മളെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് കുറച്ച് ടൈം എടുത്താലും പിന്നീട് അത് സ്മൂത്തായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇറ്റ്സ് നെവർ ടു ലൈറ്റ്. യുവർ കരിയർ ഈസ് ജസ്റ്റ് എ ഡിസിഷൻ അവേ. ഇതൊരിക്കലും ഒരു അവസാനമല്ല, ഒരു വലിയ കരിയറിൻ്റെ തുടക്കം മാത്രമാണ്. ഇനിയുള്ള ഭാവി ജീവിതത്തിലേക്ക് ഷിറിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.